നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. കാവ്യകുലപതിക്ക് കണ്ണീർ പൂക്കൾ. മലയാളത്തിന്റെ കാവ്യ സൗന്ദര്യത്തെ ജ്ഞാനപീഠത്തിലെത്തിച്ച മഹാകവിക്ക് ശ്രേഷ്ഠ മലയാളത്തിന്റെ പ്രണാമം. ശനിയാഴ്ച വൈകിട്ട് അന്തരിച്ച പ്രിയ കവിക്ക് ഹൃദയാഞ്ജലികൾ അർപ്പിച്ച് അക്ഷര കേരളം. മലയാള ഭാഷയെ കാവ്യലോകത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർത്തിയ കാവ്യഗുരുവിന്റെ സംസ്കാരം അദ്ദേഹം നാമകരണം ചെയ്ത തൈക്കാട് ശാന്തി കവാടത്തിൽ പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ. ഇന്നലെ VJT ഹാളിൽ പൊതുദർശനത്തിന് വച്ച ഭൗതികദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. കവിക്ക് ആദരമർപ്പിച്ച് നിയമസഭ സഭാ നടപടികളിലേക്ക് കടക്കാതെ ഇന്നത്തേക്ക് പിരിയും. പിടിവിടാതെ CBI. കതിരൂർ കേസിൽ റിമാൻഡിൽ കഴിയുന്ന P. ജയരാജനെ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. പരിയാരത്ത് കഴിയുന്ന പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജയിൽ സൂപ്രണ്ടിന് ആശുപത്രി അധികൃതർ ഇന്നലെ റിപ്പോർട്ട് നൽകിയിരുന്നു. സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള CBI നീക്കം റിമാൻഡ് പ്രതിക്ക് സ്വകാര്യ സഹകരണ ആശുപത്രിയിൽ ചികിത്സ നൽകുന്നതിനുള്ള നിയമതടസ്സം പരിഗണിച്ച്. കോഴിക്കോട്ടേക്ക് മാറ്റുന്ന ജയരാജന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഉടൻ ജയിലിലേക്ക് തിരിച്ചെത്തിക്കുമെന്നും സൂചന. അതേസമയം ജയരാജന്റെ ആശുപത്രി മാറ്റം രാഷ്ട്രീയ പ്രേരിതവും കോടതി നിർദ്ദേശങ്ങളുടെ ലംഘനവുമെന്ന് CPM. ഇത് സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രിക്ക് CPM സംസ്ഥാന സമിതി അംഗം MV ജയരാജന്റെ കത്ത്. സഖ്യത്തിൽ തളർത്ത സമവാക്യം. ബംഗാൾ കോൺഗ്രസ് സഖ്യ നീക്കത്തിൽ അനിശ്ചിതത്വം തുടരവെ നിർണായക പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ നാളെ മുതൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുമായി നീക്കുപോക്ക് വേണമെന്ന സംസ്ഥാന സമിതി നിർദ്ദേശത്തിൽ കടുത്ത എതിർപ്പുമായി കേരള ഘടകവും കാരാട് പക്ഷവും. വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസ് അടിവരയിട്ട നയത്തിൽ തിരുത്തൽ വേണ്ടെന്ന് പിണറായിയും കോടിയേരിയും. സഖ്യമാകാമെന്ന യെച്ചൂരിയുടെ നിലപാടിനെ പിന്തുണച്ച VSന്റെ പ്രസ്താവനയ്ക്ക് പ്രസക്തിയില്ലെന്നും കേരള ഘടകം. അതേസമയം കോൺഗ്രസുമായുള്ള സഖ്യസാധ്യത വേണ്ടെന്ന് വയ്ക്കുന്നത് ആത്മഹത്യാപരമെന്ന് ബംഗാൾ CPM സംസ്ഥാന സമിതി. തൃണമൂൽ കോൺഗ്രസിനെ നേരിടാൻ സഖ്യം കൂടിയേ തീരൂ എന്ന സംസ്ഥാന നിലപാട് നാളെ ചേരുന്ന PB അംഗീകരിച്ചേക്കില്ലെന്ന് സൂചന. പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച അടവു നയത്തിൽ തിരുത്തൽ വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം 17നും 18നും നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ. വികസനത്തിനായി നവകേരളം. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള യാത്രയ്ക്ക് ഇന്ന് തലസ്ഥാനത്ത് സമാപനം. കഴിഞ്ഞ മാസം 15-ന് കാസർഗോഡ് ഉപ്പളയിൽ നിന്ന് ആരംഭിച്ച യാത്രയുടെ സമാപന സമ്മേളനം ശംഖുമുഖം കടപ്പുറത്ത് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ നടക്കേണ്ടിയിരുന്ന സമ്മേളനം ഇന്നത്തേക്ക് മാറ്റിയത് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ONVയുടെ വിയോഗത്തെ തുടർന്ന്. VSും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും പങ്കെടുക്കുന്ന ചടങ്ങ് ചരിത്രമാക്കാൻ ശംഖുമുഖത്ത് വിപുലമായ ഒരുക്കങ്ങൾ. തലസ്ഥാനം കത്തുന്നു. JNUവിലെ അഫ്സൽ ഗുരു അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിയിൽ പ്രതിഷേധം പടരുന്നു. ക്യാമ്പസിൽ ഇന്നു മുതൽ വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല പഠിപ്പ് മുടക്ക്. ഡൽഹി പോലീസ് സ്വീകരിക്കുന്നത് സർവകലാശാലയുടെ സ്വയംഭരണാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് JNU ടീച്ചേഴ്സ് യൂണിയൻ. അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അന്വേഷണം NIA ഏറ്റെടുക്കുമെന്ന് സൂചന. ചടങ്ങിനെ പിന്തുണച്ചുകൊണ്ടുള്ള പാക് ഭീകരൻ ഹാഫിസ് സയ്യിദിന്റെ ട്വിറ്റർ സന്ദേശം ഗൌരവത്തോടെ കാണണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ക്യാമ്പസിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടന്നുവെന്ന BJP വാദത്തിന് തെളിവ് ഹാജരാക്കണമെന്ന് CPM ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ. വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ക്യാമ്പസിൽ പ്രക്ഷോഭങ്ങൾക്കും തുടർച്ച. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.